കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഇരുപത് വർഷം മുമ്പ് ഒരു അനാഥ കുഞ്ഞിനെ കൊണ്ടുവന്ന് ആരെങ്കിലും ഇവിടെ വളർത്തിയിട്ടുണ്ടോ? എനിക്കറിയില്ലല്ലോ. അതെ, ഒരു അനാഥ കുഞ്ഞിനെ എടുത്ത് ഇവിടെ ആരെങ്കിലും വളർത്തിയിട്ടുള്ളതായി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ? ഇല്ല, അറിയില്ല. ഇനി എത്ര ജന്മം എടുത്താലും നീ തന്നെയാണ് എൻ്റെ കൂട്ടെന്ന് ഞാൻ എന്നെ തീരുമാനിച്ചത്. ഡോക്ടർ, നീ ഏത് ക്ഷണവും എഴുന്നേറ്റ് വരുമെന്നാണ് പറഞ്ഞത്. എന്നാ നീ അങ്ങനെ എഴുന്നേറ്റാ എനിക്ക് അപകടം. മതിയട കളവ, താനൊന്നും ജീവിച്ചിരിക്കാൻ പാടില്ല. എന്നായാലും തന്നെ കൊല്ലേണ്ടത് ഞാൻ തന്നെയാ. അതെന്തായാലും ഇന്ന് തന്നെ ആവുന്നതല്ലേ ഭംഗി. ആ കല്യാണമെങ്കിലൊന്നും മുടങ്ങില്ലേ? പിന്നെ അങ്ങോട്ടൊരു കുന്തവും നടക്കില്ല. നടക്കാനൊട്ട് ഞാൻ ഇനി അനുവദിക്കുകയില്ല. എനിക്ക് കിട്ടാത്ത സൗഭാഗ്യങ്ങൾ മറ്റാർക്കും കിട്ടാൻ ഞാൻ അനുവദിക്കില്ല.
എടാ പടുക്കിഴവാ, അവസാനമായിട്ട് ബൈ. ഓം മംഗല്യം തന്തുനാനേന മമ ജീവനഹേതു. എടോ നിക്കടാ. വല്യമ്മേ, അച്ഛാ, വല്യച്ഛനെ ആരോ കത്തി കൊണ്ട് കുത്തി. അയ്യോ എന്തോമേ, വല്യച്ഛനെ ആരോ കത്തി കൊണ്ട് കുത്തി. വേഗം വാ, ഞാൻ എന്താ ചെയ്യാ? ഇവിടെ 20 വർഷത്തിന് മുൻപ് ഇവിടെ എവിടെയെങ്കിലും ഒരു അനാഥ കുഞ്ഞിനെ കൊണ്ടുവന്ന് വളർത്തിയതായിട്ട് അറിയാമോ? അങ്ങനെ വല്ലതും കേട്ടിട്ടുണ്ടോ? അറിയില്ല. അത് എനിക്കറിയാം ചേട്ടാ. യെസ്, അതെനിക്ക് മാത്രമേ അറിയൂ. ഓം നാഗേന്ദ്രഹാരായ, ഓം നാഗേന്ദ്രഹാരായ, ത്രിലോചനായ. എന്ത് നിനക്കറിയാം? അതൊരു പെൺകൊച്ചല്ലേ? 20 വർഷം മുമ്പല്ലേ? അതാരാണ് നിനക്കറിയോ? അതായത് 20 വയസ്സ് പ്രായമുള്ള പെൺകുട്ടി എന്ന് വെച്ചാൽ ധർമ്മസ്ഥാനത്ത് രാമന്റെ മൂത്ത മോള് വൈദേഹിയുടെ കാര്യമാണ്. അവള് അനാഥയാണ്. ഇപ്പൊ അവരെല്ലാവരും കൊട്ടാരം വീട്ടിലല്ലേ ഉള്ളത്. ഈ കഥ ഇവരോട് പറഞ്ഞ എന്തെങ്കിലും തടയായിരിക്കും. ആ പെണ്ണിപ്പോ എവിടെയാ? അവരുടെ വീട് എവിടെയാ പറയുന്നു? എനിക്കത് പറയാൻ സൗകര്യമില്ലെങ്കിൽ പറയടാ ആരാന്ന്. എന്റെ ചേട്ടാ, ഇയാള് വെള്ളം അടിച്ചിട്ടെന്തോ പറയുന്ന. ആദ്യം കേട്ട അവനെ വെറുതെ തല്ലാൻ നിൽക്കണ്ട. വാ. എന്നാ ചെല്ലി 20 വർഷം മുൻപ് ഞാൻ സ്കൂളിൽ പോയിട്ട് വരുമ്പോഴേ ഒരു കാരണവര് ഒരു പെൺകുഞ്ഞുമായിട്ട് പോയായിരുന്നു. അതാരാണെന്ന് കേൾക്കാൻ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ കേണ്ടോ, നിങ്ങൾ പോയി പണി നോക്ക്. നീ എന്ത് ചോദിച്ചാലും ഞങ്ങൾ തരാം. കള്ളു വാങ്ങി തരണോ അതോ കാശ് തന്നാ മതി? എന്ത് വേണമെന്ന് പറഞ്ഞാൽ മാത്രം മതി. ആ പെണ്ണ് എവിടെയാണെന്ന് പറ. എന്നാ ഇത് കയ്യിലിരിക്കട്ടെ. ആ പെണ്ണിപ്പോ എവിടെയുണ്ടെന്ന് പറ. ഇങ്ങനെ ചോദിച്ചാ പറയാ. ചുമ്മാതങ്ങ് പറയാൻ പറ്റില്ല സാറേ. ഇവിടെ കിടക്കട്ടെ, ഇത് ഇവിടെ കിടക്കട്ടെ. എന്നാ എന്റെ കൂടെ വാ, വാ, ഞാൻ കാണിച്ചു തരാണേ. വാ. ഹരഹര മഹാദേവ ശംഭോ ശങ്കര. എടുക്കെടുക്ക്, ഫോട്ടോ എടുക്ക്, പെട്ടെന്ന് എടുക്ക്. ക്യാമറ എവിടെടാ? ക്യാമറയോ? അറിയോ നിനക്ക് ഇതിന്റെ കഥ എന്താണെന്ന്? അറിയോ നിനക്ക്? ഇതാണ് ബെസ്റ്റ് ക്വാളിറ്റി. വേറെ ഒരു ക്യാമറ എടുക്കാത്ത ഫോട്ടോസ് ഇതെടുക്കും. ഞാനേ ഇന്നലെ നിന്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി അമേരിക്കയിൽ നിന്ന് വരുത്തിയതാ. സ്ട്രൈറ്റ് ആയിട്ട് തന്നെ അടിപൊളി ഫോട്ടോ എടുത്തു. കുറച്ചങ്ങോട്ട് ഇരുന്നേ. കുറച്ചുകൂടെ.
ഓ ഒന്ന് ചിരിക്കടോ. ഇതെന്തൊരു വൃത്തിയുടെ ലൊക്കേഷനാടാ. ലൊക്കേഷനോ? ലൊക്കേഷൻ കാണണോ? ബെൽറ്റ് ഒന്നുകൂടെ ഒന്ന് ടൈറ്റ് ആക്കി വെച്ചിട്ട് ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് തന്നെ. അടിപൊളി. ഇപ്പൊ ഓക്കെ. അങ്ങനെയല്ല, കുറച്ചുകൂടെ അങ്ങോട്ട് തിരിഞ്ഞു നിന്നേ. കുറച്ചുകൂടെ സൈഡിലോട്ട്. കുറച്ചുകൂടെ. കുറച്ചുകൂടെ. കുറച്ചു തിരിഞ്ഞ്. കുറച്ചുകൂടെ. മതി. സൂപ്പർ ഷോട്ട്. വാവ്, നോക്കിക്കേ ഫോട്ടോണ എന്ത് ഭംഗിയാന്ന്. നമുക്കിനി ലൊക്കേഷൻ മാറ്റാം അല്ലേ? അവിടെ ഇനി നല്ല രസമായിരിക്കും. വാ, പെട്ടെന്ന് വാ. എടാ, നീ പറഞ്ഞൊക്കെ സത്യാണോ? പിന്നെ ഞാൻ പറയുന്നതൊക്കെ സത്യമല്ലേ. എന്നോട് വാ. ഒരു ഇത്തിരിയും കൂടി പോയാ മതി. സോറി, ഒരെണ്ണം കൂടി അങ്ങ് അടിച്ചേക്കട്ടേട്ടാ. എടാ, ഇനി എത്ര ദൂരം നടക്കണം? എത്ര ദൂരം നടക്കണോ അത്ര ദൂരത്തേക്ക്. స్వామి కనులు శిరసుకే చలువ ఆ చెలువ గంగా ఉదుటికే తడుపు ఆ చంద్రవంక. ഏയ് സ്വാമി, മാറി നിൽക്ക്. മാറി നിൽക്കാനല്ല ഞാൻ വന്നത്. ഒരു നന്മ നടക്കുമ്പോൾ നശിപ്പിക്കാനെത്തിയ നിങ്ങളെ വെറുതെ വിടില്ല ഞാൻ. എന്ത് നാടാ, ഭസ്മം പൂശിയ വലിയ ആളാന്ന വിചാരം? ധർമ്മ സംസ്ഥാപനം നടത്തുമ്പോൾ ആ ധർമ്മം തന്നെ രക്ഷിക്കുവാനും എത്തും. ശുഭം ഭൂയാത്. അച്ഛാ, 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 അച്ഛാ. അച്ഛാ, എന്താ സംഭവിച്ചത്? ആരോ കത്തിയോണ്ട് കുത്തിയതാ. ഓമ്പ കഴിയുമ്പോഴേക്കും ദാസേട്ടൻ കണ്ണ് തുറക്കൂന്ന് കരുതിയതാ ഞാൻ. എന്നിട്ടിങ്ങനെ എന്റെ മോനിത് ആരെ ദ്രോഹിച്ചിട്ടാ ഇങ്ങനെയൊക്കെ ഒന്നാലും പോലും പറ്റാതെ കിടക്കുന്ന എന്റെ കുഞ്ഞി ആരായി കത്തി കൊണ്ട് കുത്തിയെ? വിഷമിക്കാതിരിക്കുക, ഒന്നുമില്ല.
നല്ല ആഴത്തിൽ കുത്തിയിട്ടുണ്ട്. രക്ഷപ്പെടാൻ ഒരു സാധ്യതയില്ല. ഇത് ചെയ്തതാരാണെങ്കിലും കൃത്യസമയത്ത് തന്നെയാ ചെയ്തത്. എന്റെ ശാപമാ. എന്തായാലും കല്യാണം മുടങ്ങി കിട്ടിയില്ല. എന്റെ ശ്രേയമോൾക്ക് കിട്ടാത്ത ജീവിതം മറ്റാർക്കും കിട്ടണ്ട. ഹോമകുണ്ടത്തിൽ നിന്ന് ഭസ്മം എടുക്കുക. ഓം നമോ നാരായണ. തെറ്റ് ചെയ്തിട്ട് ഈശ്വരി. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണ. ഓം നമോ നാരായണ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. മന്ത്രവും ചൊല്ലി ഭസ്മെടുത്ത് കുത്തി നിറച്ചുകൊണ്ട് പോയ ജീവൻ എവിടുന്ന് കിട്ടാനാ?